ഹായ് ഹലോ നമസ്കാരം. യൂറോൺ എംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് യാത്രകൾ ചെയ്യണം. ആ യാത്രകളിൽ കാണുന്ന കാഴ്ചകൾ, കാണുന്ന നാടുകൾ, അവിടുത്തെ ജീവിത ചുറ്റുപാടുകൾ ഇതെല്ലാം ക്യാമറയിൽ പകർത്തി വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ ഈ ഒരു ചാനലിലൂടെ യൂറോൺ എം സി എന്ന ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. യാത്രകളോടാണ് പ്രിയമെങ്കിലും നമ്മളെ ഈ ഒരു ചാനലിൽ ട്രാവൽ വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കുറവാണ്. അധികവും ചെയ്തിട്ടുള്ളത് അൺബോക്സിങ് വീഡിയോകളും അതുപോലെ തന്നെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് ട്രാവൽ വ്ളോഗ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്രാവൽ വ്ളോഗും യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ക്യാമറകൾ, ലൈറ്റ്, അതുപോലെ തന്നെ മൈക്കുകൾ, ട്രൈപോഡുകൾ, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൂട്ടുക എന്നല്ലാതെ വീഡിയോകൾ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. എന്നതുപോലെ ഇപ്പോൾ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒരു മിനി ട്രൈപോഡാണ്. ഈ ഒരു വീഡിയോയിലൂടെ വ്ളോഗേഴ്സിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു കുഞ്ഞൻ ട്രൈപോഡിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോകളൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. സിയാഡിയോ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ മിനി ട്രൈപോഡാണിത്. ഇതാണ് ട്രൈപോഡിൻ്റെ ബോക്സ് വരുന്നത്. സിയാഡിയോ മിനി ട്രൈപോഡ് എന്ന് പറയുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഹൈ ലോഡ്, ഓൾ മെറ്റൽ, ഹാൻഡ് ഹോൾഡ്, ഇങ്ങനെയൊക്കെ ഇതിൽ ബോക്സിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളെ മിനി ട്രൈപോഡ്. ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ബോക്സിൽ വരുന്നത് ഒരു എലൻകയാണ്. ഇതാണ് ഇതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഈ ഒരു ട്രൈപോഡിനെ പറയുന്നത് സിയാഡിയോ മിനി മെറ്റൽ ട്രൈപോഡ് എന്നാണ്. ഇത് ഫുള്ളി മെറ്റലാണ്. അതുകൊണ്ടാണ് ഇത് മെറ്റൽ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെഗുകളെല്ലാം തന്നെ, ഈ 3 ലെഗും മെറ്റലാണ്. അതുപോലെ തന്നെ ഈ ഒരു ബോൾ ഹെഡ് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഈ ഒരു ബോൾ ഹെഡ് ഊരിയെടുത്തിട്ട് നമുക്ക് ഇത് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബോൾ ഹെഡ് വെച്ചുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഈ ബോൾ ഹെഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹെഡ് തന്നെയാണ്. നമ്മളിവിടെ ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ 360 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും ഒക്കെ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക. അപ്പോൾ ഇതൊരു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റൽ ട്രൈപോഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി യൂസ് ചെയ്താലേ ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ. ഈ ഒരു ട്രൈപോഡിൻ്റെയും ബോൾ ഹെഡിൻ്റെയും കൂടെ വെയിറ്റ് വരുന്നത് 234 ഗ്രാമാണ്. അതിൽ ഈ ട്രൈപോഡിൻ്റെ വെയിറ്റ് മാത്രം വരുന്നത് 153 ഗ്രാമാണ്. ഈ ഒരു ബോൾ ഹെഡിൻ്റെ വെയിറ്റ് വരുന്നത് 81 ഗ്രാമാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. നല്ല മെറ്റൽ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഈ ഒരു ട്രൈപോഡ് ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ട്രൈപോഡ് 5 കിലോ വെയിറ്റ് വരെ ലോഡ് എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് 5 കിലോയിൽ വരെ ഈ വെയിറ്റ് എടുക്കുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ നമുക്കൊരു ക്യാമറ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണ് അങ്ങനെയൊക്കെയല്ലേ ഉപയോഗിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രൈപോഡ് 5 കിലോ വെയിറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടൊരു 1 കിലോ ഒക്കെ വെയിറ്റ് ഒക്കെ എടുത്താൽ മതിയാകും. അതിനുള്ളൊരു ക്വാളിറ്റി ഈ ഒരു ട്രൈപോഡിനുണ്ട്. 5 കിലോ വെയിറ്റ് വരെ എടുക്കുമെങ്കിൽ കൂടിയിട്ട് നമുക്ക് അത്ര ഒന്നും ആവശ്യമില്ല എന്തായാലും. ഇനി ഈ ഒരു ട്രൈപോഡും ഇതിൻ്റെ ബോൾ ഹെഡും കൂടെ വരുന്ന ഒരു ഹൈറ്റ് എത്രയെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ട്രൈപോഡ് ഇതിൻ്റെ ബോൾ ഹെഡും കൂടെ വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. 23 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിൽ പറയുമ്പോൾ 23 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബോൾ ഹെഡ് ഇല്ലാതെ നമ്മൾ ഈ ഒരു ട്രൈപോഡ് മാത്രമായിട്ട് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് എത്ര എന്നുള്ളത് നോക്കാം. ട്രൈപോഡ് മാത്രമായിട്ട് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 18 സെൻറ്റിമീറ്റർ ആണ് ഈ ട്രൈപോഡ് മാത്രം വരുന്ന ഹൈറ്റ്. ഈ ഒരു ട്രൈപോഡിനെ നമുക്ക് ടേബിൾ ടോപ്പ് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടേബിൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രൈപോഡിൻ്റെ ഹൈറ്റ് വരുന്നത് 3 ഇഞ്ചാണ്. ടോട്ടൽ ഹൈറ്റ് വരുന്നത് 3 ഇഞ്ചാണ്. ഈ ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ട്രൈപോഡ് നല്ല ഉപകാരമാണ്. ഇത് നമുക്ക് ഒരു സെൽഫി സ്റ്റിക്കിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ക്യാമറ ഇതിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഒരുപാട് വലുപ്പമില്ല, ഇത് ചെറുതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ളൊരു ഗൊറില്ല പോഡാണിത്. ഇത് നമുക്ക് സെൽഫി വീഡിയോ എടുക്കാനും ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൊറില്ല പോഡാണ്.
അപ്പോൾ ഈ ഒരു ഗോറില്ല പോഡും ഈ ഒരു ട്രൈപോഡും ആയിട്ടുള്ള ഹൈറ്റ് വ്യത്യാസം നമുക്ക് നോക്കാം. ഇത് നമുക്ക് ആകെ 7 ഇഞ്ചാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഗോറില്ല പോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 1 ഫൂട്ടാണ്, അഥവാ 30 സെൻറ്റിമീറ്റർ. ഇനി ഈ ഒരു ഗോറില്ല പോഡ് താഴെ വെച്ചാൽ നമുക്ക് മാക്സിമം ഇതുപോലെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതേ സമയത്ത് നമുക്ക് ഈ ഒരു ട്രൈപോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ല, സ്റ്റേബിളായിട്ട് അവിടെ നിന്നോളും. ഇത് നമുക്ക് കറക്റ്റായിട്ടൊരു സ്പിരിറ്റ് ലെവലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും. കാരണം ഈ ഗോറില്ല പോഡും ട്രൈപോഡും വേറെ തന്നെയാണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ട്രൈപോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേബിളായിട്ട് വെക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഗോറില്ല പോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര സ്റ്റേബിളായിട്ട് വെക്കാൻ പറ്റില്ല. ഹൈറ്റ് കുറവിലും ഒരു സ്റ്റേബിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ട്രൈപോഡ്. ട്രാവൽ വ്ളോഗിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു സെൽഫി സ്റ്റിക്ക്. ഈ ഒരു സെൽഫി സ്റ്റിക്ക് ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു സെൽഫി സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു സെൽഫി സ്റ്റിക്കാണ്. ഇത് ഒരുപാട് ഇത്രയും തിക്നെസ് ഉള്ള ഒരു സെൽഫി സ്റ്റിക്കാണ്. പിന്നെ ഇത് നമ്മളിങ്ങനെ ഒരു ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കും. ഇത് ഭയങ്കര വലുപ്പമുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് ഇതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. 14 ഇഞ്ച് എന്ന് പറയുമ്പം 36 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഈ ഒരു ട്രൈപോഡ് വരുന്നുണ്ട്. അതേ സമയത്ത് നമുക്ക് ഈ ഒരു ക്യാമറ നമ്മൾ ഈ ഒരു ട്രൈപോഡിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 9 ഇഞ്ചാണ് വരുന്നത്. 23 സെൻറ്റിമീറ്റർ, 9 ഇഞ്ച് 23 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഈ ഒരു ഹൈറ്റ് വരുന്നത്. ക്യാമറ ഉൾപ്പെടെ വരുന്ന ഹൈറ്റാണ് 9 ഇഞ്ച്. അപ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ട്രൈപോഡാണിത്. ഇത് നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് താഴെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഈ ഒരു ബോൾ ഹെഡ് ഉപയോഗിച്ചിട്ട് റൊട്ടേഷനൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രൈപോഡ് അയച്ചു വെച്ചതിന് ശേഷം ബോൾ ഹെഡ് ഇതിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രൈപോഡ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ടേബിൾ ടോപ്പിൽ വെച്ചിട്ടോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ട്രൈപോഡാണ്. വലിയ വലിപ്പമില്ല, നമുക്കിങ്ങനെ കൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് കൊണ്ട് നടക്കാം. ഈ ഒരു ട്രൈപോഡ് ചെറുതാണ്. ഇത് നമുക്ക് ഒരുപാട് ഹൈറ്റിലേക്കൊക്കെ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഇപ്പം ഞാൻ DJI Osmo ആക്ഷൻ ക്യാമറ ആണ് വാങ്ങിയിട്ടുള്ളത്, ആക്ഷൻ 4 ക്യാമറ ആണ് വാങ്ങിയിട്ടുള്ളത്. ആ ക്യാമറയോടൊപ്പം വരുന്നൊരു സെൽഫി സ്റ്റിക്കാണിത്. ഇതിന് 1.5 മീറ്റർ വരെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെൽഫി സ്റ്റിക്കിനുള്ള ഏക പോരായ്മ എന്ന് പറയുകയാണെങ്കിൽ ഇത് താഴെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്ക്രൂ ഹോളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രൈപോഡ് ഫിറ്റ് ചെയ്തിട്ട് നമുക്കിത് താഴെ വെച്ചിട്ടും വീഡിയോ എടുക്കാൻ പറ്റും. താഴെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഇതേപോലെ ലെഗും നിർത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ക്യാമറ ഫിറ്റാക്കുക. ഇതിലേക്ക് നമ്മൾ ക്യാമറ ഫിറ്റാക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. ഇനി താഴെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ട്രൈപോഡ് താഴെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയും വീഡിയോ എടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ വീഡിയോ എടുക്കാൻ പറ്റും. എന്നാൽ ഓവർ ഹൈറ്റ് ഇല്ല. നമുക്ക് ഒരാൾക്കൂട്ടത്തിലൊക്കെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ, ആളുകളെ ശ്രദ്ധ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെൽഫി സ്റ്റിക്ക് മാത്രം വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇനി ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഇല്ലാതെ ഈ ഒരു ട്രൈപോഡിൽ മാത്രം വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു ട്രൈപോഡാണ് ഇത്. ഈ ഒരു സെൽഫി സ്റ്റിക്കും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് ചെയ്യലൊക്കെ എളുപ്പമായി. വ്ളോഗ് ചെയ്യാൻ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊക്കെ വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രൈപോഡ് ഉള്ളതുകൊണ്ട്, നമുക്ക് ഈ സീഡിയോൻ്റെ ഈ ഒരു ട്രൈപോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ടേബിളിലേക്കൊക്കെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് ടേബിളിലുള്ള ഫുഡിലേക്ക് നമുക്ക് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇവിടെ ഫുഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിങ്ങനെ കുറച്ച് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് നമ്മളെ ഫേസിലേക്കൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. ഓവർ വെയിറ്റ് ഇല്ല, ഓവർ ലെങ്ത് ഇല്ല,
കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ല, ആൾക്കൂട്ടത്തിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാനും മടിയുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് വലിയൊരു ട്രൈപ്പോഡൊക്കെ പിടിച്ചിട്ട് ഇതേപോലെയുള്ളൊരു ട്രൈപ്പോഡൊക്കെ പിടിച്ചിട്ട് നടക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കും. ഇതിനൊരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രൈപ്പോഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ട്രൈപ്പോഡും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്കും സെൽഫി സ്റ്റിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലോണം സംസാരിക്കാനൊക്കെ പറ്റും. ഈ ഒരു ട്രൈപ്പോഡ് കൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു പൊസിഷനിങ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഇത്രയും ലെങ്ത്തിലേക്ക് ഇങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ലെവലിൽ ഇതിങ്ങനെ അവിടെ നിൽക്കും. ഇത് സ്റ്റേബിളായിട്ട് നിൽക്കും. ഇവിടുന്ന് താഴോട്ട് പോവില്ല. മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലും ഇവിടെ നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ വെക്കുമ്പോൾ ഇത് സ്റ്റേബിൾ അല്ല. ഇതിൻ്റെ ലെഗ് ഇങ്ങനെ താഴോട്ട് പോയി കൊണ്ടേ നിൽക്കും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു എലൻ കീ വെച്ചിട്ട് നമുക്ക് ഒന്ന് ടൈറ്റാക്കി നോക്കിയിട്ടൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ വെച്ചാലും അത് അത്ര സ്റ്റേബിൾ അല്ല. ഇതൊരു പ്രധാന പോരായ്മയാണ്. ഇതിൻ്റെ ആകെയുള്ള ഒരൊറ്റ പൊസിഷനേ ഉള്ളൂ. ഈ ഒരു പൊസിഷനിൽ നിന്ന് താഴോട്ട് പോകില്ല. എന്തായാലും ഈ ഒരു ലെവലിൽ നിൽക്കും. 5 കിലോ വെയിറ്റ് വരെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇത് താങ്ങും. പക്ഷെ ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നോക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും അതത്ര ഒരു സ്റ്റേബിൾ അല്ല. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ല ഇതേപോലെ താഴോട്ടേക്ക് ഇങ്ങനെ പോകും. അത് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രൈപ്പോഡും അതുപോലെ തന്നെ ഈ ഒരു ബോൾ ഹെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് പൊസിഷനിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പൊസിഷനിലേക്ക് നമുക്ക് വെച്ചിട്ട് ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വ്ളോഗ് ചെയ്യാൻ പറ്റും. ഷോർട്സ്, റീൽസ് അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കലായിട്ടായിരിക്കും വീഡിയോ എടുക്കേണ്ടി വരിക. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബോൾ ഹെഡ് ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റീൽസ് വീഡിയോകളൊക്കെ നമുക്ക് ഇതേപോലെ ഷോർട്സ് റീൽസൊക്കെ നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട്, ചെറിയ പോരായ്മകളും ഉണ്ട്. എന്നിരുന്നാലും വ്ളോഗ് ചെയ്യുന്നവർക്ക് ഈ ഒരു മിനി ട്രൈപ്പോഡ് ഉപകാരപ്പെടുന്ന ഒരു ട്രൈപ്പോഡ് തന്നെയാണ്. വളരെ നല്ലൊരു ട്രൈപ്പോഡാണ്. ഈ ഒരു ട്രൈപ്പോഡിനൊപ്പം വരുന്ന ബോൾ ഹെഡിനും ഒരു പോരായ്മ ഉണ്ട്. പോരായ്മ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. മൊബൈൽ ഫോണിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു മൊബൈൽ ഹോൾഡർ കൂടെ ഇതിൻ്റെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ ഏതായാലും അതില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഹോൾഡർ ഉള്ള ഒരു ബോൾ ഹെഡ് ഉണ്ട്. ഇനി ഈ ഒരു ബോൾ ഹെഡ് ആണെങ്കിൽ നമുക്ക് ഇതിലും മൊബൈൽ ഹോൾഡർ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ കണക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു മൊബൈൽ ഹോൾഡർ കൂടെ ഉള്ള ഒരു ബോൾ ഹെഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമ്മളെ മൊബൈൽ ഫോൺ ഈ ഒരു ബോൾ ഹെഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രൈപ്പോഡ് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ഈ ഒരു ത്രെഡ് ഹോളിൽ നമ്മൾ ഈ ഒരു ട്രൈപ്പോഡ് ഫിറ്റ് ആക്കുക. ഇങ്ങനെ ട്രൈപ്പോഡ് ഫിറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മൊബൈൽ ഫോൺ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വ്ളോഗ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ടും വ്ളോഗ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മളെ ഈ ഒരു ട്രൈപ്പോഡിൽ ഇതേപോലെ ഒരു ബോൾ ഹെഡ് അതിനൊരു മൊബൈൽ ഹോൾഡറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാവൽ വ്ളോഗേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞൻ ട്രൈപ്പോഡ് വിത്ത് സെൽഫി സ്റ്റിക്ക് ടേബിൾ സ്റ്റാൻഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ട്രൈപ്പോഡിൻ്റെ ഒരു മെറ്റൽ ട്രൈപ്പോഡാണിത്. ആ ഒരു ട്രൈപ്പോഡിൻ്റെ അൺബോക്സിങ്ങും എനിക്കറിയാവുന്ന രീതിയിൽ അതിൻ്റെ കുറച്ച് വിവരണങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇത് നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രൈപ്പോഡാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അത് നമ്മളെ കയ്യിലുള്ള ഉപകരണങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളതാണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുക. അപ്പോൾ അതിനൊക്കെ പറ്റുന്നൊരു ട്രൈപ്പോഡാണ്. അപ്പോൾ ഈ ഒരു ട്രൈപ്പോഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.